ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അ ഗ്ലാസ് ക്രിയേറ്റീവ് വില്ല. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യണേ, എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് മാക്രമേ ത്രെഡ് ഉപയോഗിച്ചിട്ട് ഒരു വോൾ ഹാങ്ങിങ് ആണ്. അതിന് നമുക്ക് ആദ്യം തന്നെ മാക്രമേ ത്രെഡ് ഉപയോഗിച്ചിട്ട് ഫെതേഴ്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി 2 ഫെതേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ഫെദർ ചെയ്തെടുക്കാം. എന്തൊക്കെ വേണമെന്ന് നോക്കാം. അപ്പോൾ മാക്രമേ ത്രെഡ് വേണം, പിന്നെ നമുക്കൊരു കോമ്പ് വേണം, അതുപോലെ തന്നെ നമുക്ക് ഒരു ഡ്രീം ക്യാച്ചറിനൊക്കെ യൂസ് ചെയ്യുന്നൊരു റിങ്ങും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് മാക്രമേ ഫെദർ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു 40 സെൻറ്റിമീറ്റർ ലെങ്തിൽ മാക്രമേ ത്രെഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫെദർ ചെയ്യാൻ വേണ്ടി ഇതുപോലെ കുറച്ച് മാക്രമേ ത്രെഡും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 50 സെൻറ്റിമീറ്റർ ലെങ്തിൽ വരുന്ന മാക്രമേ ത്രെഡാണ്. അപ്പോൾ ഈ ഒരു സൈസിലും കൂടെ നമുക്ക് വേണം ഫെദർ ചെയ്തെടുക്കാൻ. അപ്പം ഞാൻ ആദ്യം കട്ട് ചെയ്ത് വെച്ച ഒരു 40 സെൻറ്റിമീറ്റർ ലെങ്തിൽ വരുന്ന മാക്രമേ ത്രെഡ് ഉണ്ടല്ലോ, അത് ഞാൻ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കണം. ഈക്വലായിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് മോൾ ഭാഗത്ത് ഒരു ചെറിയൊരു നോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു ചെറിയൊരു മാക്രമേ ത്രെഡ് കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ടൈ ചെയ്യുന്ന പോലെ ടൈ ചെയ്തെടുക്കണം. ഞാൻ ഈ ഒരു വോൾ ഹാങ്ങിങ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള എല്ലാ മെഷർമെൻറ്റും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നല്ല ടൈറ്റ് ചെയ്ത് തന്നെ ടൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. മാക്സിമം എത്രത്തോളം ടൈറ്റ് ചെയ്ത് ടൈ ചെയ്യാൻ പറ്റും അത്രയും ടൈറ്റ് ചെയ്ത് തന്നെ ടൈ ചെയ്തെടുക്കണം. ബാക്കി എക്സസൈസ് ഇരിക്കുന്ന പോർഷൻസ് നമുക്ക് സിസേഴ്സ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ടൈ ചെയ്തെടുത്ത ശേഷം ഞാൻ ഇതുപോലെ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാക്രമേ ത്രെഡ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 2 ത്രെഡ് എടുത്ത ശേഷം അതിൽ ഞാൻ മടക്കുന്ന പോലെ ഇതുപോലെ മടക്കിയെടുക്കണം. എന്നിട്ട് വെർട്ടിക്കലായി വച്ചിരിക്കുന്ന ത്രെഡിൻ്റെ അടിഭാഗത്തൂടെ ഈ ത്രെഡ് വച്ചു കൊടുക്കണം. നമ്മൾ ഈ വെർട്ടിക്കലായിട്ട് വെച്ച ത്രെഡിൻ്റെ അടിഭാഗത്ത് വെച്ച ത്രെഡിൻ്റെ മടക്ക് റൈറ്റ് സൈഡിലായിട്ടായിരിക്കണം വയ്ക്കേണ്ടത്. വെർട്ടിക്കലായിട്ടുള്ള ത്രെഡ് മിഡിൽ ഭാഗത്തായിട്ടും ഇരിക്കണം. അതിനുശേഷം ഇതുപോലെ മറ്റൊരു ത്രെഡ് ഇതുപോലെ മടക്കിയെടുക്കണം. മടക്കിയെടുത്ത ശേഷം അതിൻ്റെ ആ ഭാഗം ലെഫ്റ്റ് സൈഡിലായിട്ട് വരുന്ന രീതിയിൽ വെർട്ടിക്കലായിട്ട് വച്ചിരിക്കുന്ന ത്രെഡിൻ്റെ മോൾ ഭാഗത്ത് വയ്ക്കണം. അതിനുശേഷം ഇനി റൈറ്റ് സൈഡിൻ്റെ തുമ്പ് വരുന്നത് ഈ ലെഫ്റ്റ് സൈഡിൻ്റെ മടക്കിൻ്റെ അകത്തൂടെയും ലെഫ്റ്റ് സൈഡിൻ്റെ തുമ്പ് റൈറ്റ് സൈഡിൻ്റെ ആ മടക്കിൻ്റെ അകത്തൂടെയും വച്ച ശേഷം ഇതുപോലെ വലിച്ചെടുക്കണം. ഇതുപോലെ നല്ല ടൈറ്റ് ചെയ്ത് വലിച്ചെടുക്കണം. ഇതുപോലെ നമുക്ക് ഫുള്ള് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഒരു വട്ടം കൊണ്ട് ചെയ്യുന്ന കാണിക്കാം. ഇപ്പോൾ ആദ്യം ചെയ്തതുപോലെ ഒരു ത്രെഡ് എടുത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. എന്നിട്ട് ആ കർവ്ഡ് പോർഷൻ ത്രെഡിൻ്റെ അടിഭാഗത്ത് ലെഫ്റ്റ് സൈഡ് ആയിട്ടാണ് വയ്ക്കുന്നത്. നമ്മൾ ഫസ്റ്റ് റൈറ്റ് സൈഡിലാണ് ആദ്യം വെച്ചത്. സെക്കൻഡ് ടൈം വന്നപ്പോൾ ഞാൻ അത് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വയ്ക്കുന്നത്. മോൾ ഭാഗത്ത് ആ കർവ്ഡ് പോർഷൻ റൈറ്റ് സൈഡിൽ വരുന്ന രീതിയിലും വച്ചിട്ടുണ്ട്. അതിനുശേഷം 2 തുമ്പ് ഭാഗവും ലെഫ്റ്റ് സൈഡിൻ്റെ തുമ്പ് ഭാഗം റൈറ്റ് സൈഡിൻ്റെ അകത്തൂടെയും റൈറ്റ് സൈഡിൻ്റെ ആ ഒരു എൻഡ് പോർഷൻ ലെഫ്റ്റ് സൈഡിൻ്റെ അകത്തൂടെയും എടുത്ത ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. മാക്സിമം എത്രത്തോളം ടൈറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും ടൈറ്റ് ചെയ്ത് തന്നെ എടുക്കണം. എന്നാലേ അതിനൊരു ഭംഗിയും കിട്ടുള്ളൂ. മാത്രമല്ല ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, അത് അടുങ്ങി തന്നെ വേണം. ഒന്നിൻ്റെ തൊട്ടടുത്ത് ചേർത്ത് വെച്ച് തന്നെ ടൈറ്റ് ചെയ്തെടുക്കണം. എന്നാൽ ആ ഒരു ഫെദറിന് ഒരു ഫൈനൽ ലുക്കിൽ നല്ല ഭംഗി കിട്ടും. ഞാൻ ചെയ്ത ഈ പാറ്റേണിലല്ലാതെ നിങ്ങൾക്ക് ആ ഒരു റൈറ്റ് സൈഡിൽ ആദ്യം ഞാൻ ചെയ്തില്ല അതുപോലെ തന്നെ ഫുൾ ചെയ്തെടുക്കാം. ഫുൾ കർവ് പോർഷൻ റൈറ്റിൽ വരുന്ന രീതിയിൽ തന്നെ ഒരു ഫുൾ ആ ഫെദർ ആ ഒരു നോട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഫുൾ ലെഫ്റ്റ് സൈഡിൽ മാത്രം വരുന്ന രീതിയിൽ ചെയ്യാം. അതിന് ഇപ്പം ഞാൻ ചെയ്ത രീതിയിലും ചെയ്തെടുക്കാം. ഫസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു കൺഫ്യൂഷനൊക്കെ തോന്നുക നോട്ടിൻ്റെ കാര്യത്തിൽ. 1-2 നോട്ടൊക്കെ ഇട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു കൺഫ്യൂഷനൊക്കെ മാറും. ഒരു കൺഫ്യൂഷൻ തോന്നുകയാണെങ്കിൽ ഒന്നും കൂടെ സ്കിപ്പ് ചെയ്ത് ഒന്നും കൂടെ നോക്കിയാൽ മതി. നമുക്ക് ആ ഒരു ഐഡിയ കിട്ടിയാൽ ഭയങ്കര ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. മാത്രമല്ല നല്ല കാണാനും നല്ല ഭംഗിയുള്ളൊരു വോൾ ഹാങ്ങിയാണ്. ഞാൻ ഈ ഓൾട്ടർനേറ്റീവ് പാറ്റേണിലാണ് ചെയ്തെടുത്തത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റിൽ തന്നെ ഫുൾ നമ്മൾ ഫസ്റ്റ് വെർട്ടിക്കൽ ത്രെഡിൻ്റെ അടിഭാഗത്ത് വയ്ക്കുന്നില്ല, ആ ത്രെഡ് ഫസ്റ്റ് ആ ഒരു കർവ്ഡ് പോർഷൻ ലെഫ്റ്റ് സൈഡിലായിട്ട് വരുന്ന രീതിയിൽ ഫുൾ ചെയ്യാം. അതല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ ഫുള്ളായിട്ട് വരുന്ന രീതിയിലും ചെയ്തെടുക്കാം. നമുക്കിത് ഫുൾ ചെയ്ത ശേഷം കാണിക്കാവേ.
അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ചെറിയൊരു നോട്ടും കൂടി ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ കോംബ് ചെയ്യുന്ന സമയത്ത് ഇളകി പോകാതിരിക്കാനാണ്. അപ്പോൾ അതിൻ്റെ എൻഡ് പോർഷൻ നമ്മൾ ലാസ്റ്റ് ചെയ്തതിൻ്റെ അവിടെ ഒരു വെർട്ടിക്കൽ ത്രെഡ് ബാക്കി വന്നില്ല, ആ ഒരു ത്രെഡിൽ ഞാൻ ചെയ്യുന്ന ഒരു ചെറിയ നോട്ട് ഇട്ട് കൊടുക്കണം. നല്ല മാക്സിമം നല്ല ടൈറ്റ് ചെയ്ത് തന്നെ ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ കോംബ് ചെയ്യുന്ന സമയത്ത് ഇളകി പോകാതെ ഇരിക്കാൻ വേണ്ടിയാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫെദർ ചെയ്യുന്നതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. നമുക്ക് അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഓരോ ത്രെഡും നമുക്ക് പിരിച്ചെടുക്കണം. ഞാൻ ചെയ്യുന്ന പോലെ ഇതുപോലെ പിരിച്ചെടുക്കണം. അതാണ് ആ ഒരു സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കിത് മൊത്തം ഇതുപോലെ പിരിച്ചെടുത്ത ശേഷം കാണിക്കാവേ. അപ്പോൾ ഞാൻ ഇതുപോലെ മൊത്തം സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോ ത്രെഡും ഇതുപോലെ പിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതന്നെ കോംബ് ചെയ്തെടുക്കണം. അപ്പോഴാണ് ആ ഫെദറിൻ്റെ ലുക്ക് വരുന്നത്. അപ്പോൾ നമുക്കിനി ഇത് മൊത്തത്തിൽ ഒന്നിച്ചിങ്ങനെ കോംബ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ കോംബ് ചെയ്താണ് അടിക്കേണ്ടത്. ഈ കോംബിങ് ഇത്തിരി ടൈം എടുക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു ചെറിയ പോർഷൻ കോംബ് ചെയ്ത് കണ്ടോ, ഞാൻ ചെയ്യുന്ന പോലെ കുറച്ച് എടുത്തിട്ട് പോർഷൻ എടുത്ത് കോംബ് ചെയ്ത് എടുക്കണം. കുറച്ച് നല്ല ടൈം എടുക്കുന്ന ഒരു കാര്യമാണ് ഈ കോംബ് ചെയ്ത് എടുക്കുന്നത്. അപ്പം നമുക്കിത് മൊത്തം ഇതുപോലെ കോംബ് ചെയ്തെടുക്കാമേ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇതുപോലെ കോംബ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട്. ഒരു ഫെദറിൻ്റെ ഷേപ്പിൽ ആ ഒരു വീഡിയോ റെക്കോർഡ് ആയിട്ടില്ലായിരുന്നു. ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കട്ട് ചെയ്ത് ആ ഒരു ഷേപ്പ് ചെയ്ത ശേഷം 1 2 വട്ടം ഒന്ന് ജസ്റ്റ് കോംബ് ചെയ്ത് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് എടുക്കണം. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു ഫെദറിൻ്റെ ഒരു ഷേപ്പിൽ കിട്ടുന്നത്. ഞാൻ ഫെദറൊക്കെ ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ 3 ഫെദർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫെദർ ഹാങ് ചെയ്യുന്നത് ഞാൻ ഡ്രീം ക്യാച്ചറിൻ്റെ റിങ്ങിലാണ്. അപ്പോൾ ഈ ഡ്രീം ക്യാച്ചറിൻ്റെ റിങ് ഫുള്ള് നമുക്ക് മാക്രമി ത്രെഡ് ഉപയോഗിച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ അതെങ്ങനെ കവർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ മാക്രമി ത്രെഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 സെൻറ്റിമീറ്റർ ലെങ്തിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്ത ശേഷം ആ ഒരു കേർഡ് പോർഷൻ ആ റിങ്ങിൻ്റെ പുറത്തും ആ ഒരു എൻഡ് പോർഷൻ ആ റിങ്ങിൻ്റെ അകത്തും വരുന്ന രീതിയിൽ വെക്കണം. എന്നിട്ട് ആ ഒരു എൻഡ് പോർഷൻ നമുക്ക് ആ ഒരു കേർഡ് പോർഷൻ്റെ അകത്തൂടെ ഇട്ട് നമുക്ക് പതുക്കെ വലിച്ചെടുക്കണം. നല്ല ടൈറ്റ് ചെയ്ത് തന്നെ വലിച്ചെടുക്കണം. മാക്സിമം എത്ര ടൈറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും തന്നെ ടൈറ്റ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ നോട്ടിട്ട ശേഷം നമ്മൾ ആദ്യം റൈറ്റ് സൈഡിൽ ആ ത്രെഡ് ടൈറ്റ് ചെയ്യണം, നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. എന്നിട്ട് ലെഫ്റ്റ് ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ടൈറ്റായി വരും. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ നോട്ടും ഈ ഒരു രീതിയിൽ ടൈറ്റ് ചെയ്തെടുക്കണം. മാത്രമല്ല ഓരോ നോട്ട് ഇടുന്നതും ചേർത്ത് തന്നെ വയ്ക്കണം. എല്ലാം ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. പുറത്ത് ഇതുപോലെ ആ ഒരു കോട്ട് പോർഷൻ വരുന്നത് പുറത്തും അതിൻ്റെ ഉൾഭാഗത്ത് ആ ഒരു എൻഡ് പോർഷൻ വരുന്നതും വയ്ക്കണം. റിങ്ങിൻ്റെ അടിഭാഗത്താണ്. അങ്ങനെ നമുക്കിത് മൊത്തം ഈ ഒരു രീതിയിൽ കവർ ചെയ്ത് എടുത്ത ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഫുള്ള് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് റിങ്. നമ്മൾ ലാസ്റ്റ് എല്ലാം ഒന്നും കൂടെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് എവിടെയെങ്കിലും ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വീണ്ടും മാക്രമി ത്രെഡ് ഉപയോഗിച്ച് നോട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഈ ഓരോ ത്രെഡിനെ നമുക്കിങ്ങനെ പിരിച്ച് സ്പ്ലിറ്റ് ചെയ്തെടുക്കണം. ഓരോ ത്രെഡും സ്പ്ലിറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ റിങ് മൊത്തവും ഇങ്ങനെ പിരിച്ച് ഓരോ ത്രെഡും പിരിച്ചെടുക്കണം. അപ്പോൾ അതിനുശേഷം ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഞാൻ മൊത്തം ഇത് പിരിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോംബ് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട്. ഞാൻ ആ ഒരു പോർഷൻ ഞാനിതിൽ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇനി നമുക്ക് അടുത്തത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഫെദർ ഇതിൽ ഹാങ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു ഫെദർ ഇച്ചിരി വലിപ്പത്തിനും 2 ചെറുതാക്കിയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്കിത് പതുക്കെ ഹാങ് ചെയ്ത് കൊടുക്കാം. ആ ഒരു കുറച്ചും കൂടെ വലിപ്പമുള്ളത് മിഡിലും ബാക്കി 2 സൈഡിലായിട്ട് വരുന്ന രീതിയിലാണ് ഞാൻ ഹാങ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനൊരു ചെറിയ പീസ് ത്രെഡ് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഫസ്റ്റ് ആ ഒരു മിഡിൽ പോർഷനിൽ ഹാങ് ചെയ്യുന്ന ത്രെഡ് അതിൽ കോർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു വുഡൻ ബീഡ്സ് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. അത് ഈ ത്രെഡിൽ ഇടാം. 1 2 3 ഞാനിവിടെ 3 വുഡൻ ബീഡ്സാണ് ഇട്ടെടുത്തിട്ടുള്ളത്.
അങ്ങനെ ത്രെഡിൽ 3 വുഡൻ ബീഡ്സും കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റിങ്ങിലോട്ട് ടൈ ചെയ്തെടുക്കാം. ഇത് ഞാൻ 3 ഫെദറും ഇതുപോലെ ടൈ ചെയ്യുന്നത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല, ഞാൻ ഒരെണ്ണം മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കി 2 കൂടെ ടൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ടൈ ചെയ്ത ശേഷം എക്സസ് ആയിട്ട് കിടക്കുന്ന ത്രെഡ് കട്ട് ചെയ്ത് കളയാം. അതിന് ഞാൻ 3 ഫെദർ ഇതുപോലെ ടൈ ചെയ്തെടുത്തിട്ടുണ്ട്. ആ 2 സൈഡിൽ കിടക്കുന്ന ഫെദറിൽ ഞാൻ 2 വുഡൻ ബീഡ്സ് വെച്ചിട്ടാണ്. ഇനി നമുക്ക് ബോളിലൊക്കെ ഹാങ് ചെയ്യാൻ ഒരു ചെറിയൊരു ത്രെഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു നോട്ടിട്ട് നമ്മൾ ഈ റിങ് കവർ ചെയ്യാൻ ചെയ്ത ആ ഒരു രീതിയിൽ തന്നെ നോട്ടിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നോട്ടിട്ട് എടുത്ത ശേഷം നമുക്കൊരു ആ നോട്ടിട്ട ശേഷം ആ 2 ത്രെഡിൻ്റെ പീസ് വരില്ല, അത് 2 കൂടെ ജോയിൻറ്റ് ചെയ്താൽ മതി. ആ ജോയിൻറ്റ് ചെയ്ത ശേഷം ബാക്കി വരുന്ന ത്രെഡ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ വോൾ ഹാങ്ങിങ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.